അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസസ്മെന്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമിലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ABC അസോസിയേറ്റ്സ് എ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് തന്നിട്ടുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് നോക്കാം. പർച്ചേസ് ഉണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട്, ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് ഉണ്ട്, സാലറീസ് ടു പാർട്ട്നേഴ്സ്, നെറ്റ് പ്രോഫിറ്റ്. ആൻഡ് ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് തന്നിട്ടുണ്ട്. ഓക്കെ, അതർ ഇൻഫർമേഷൻ്റെ ഡിപ്രീസിയേഷൻ അലവബിൾ ആസ് പെർ ഇൻകം ടാക്സ് പ്രൊവിഷൻ 1,50,000. ഡിപ്രീസിയേഷൻ എത്ര കുറച്ചിട്ടുണ്ട്? 2 ലക്ഷം ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് മീൻസ് 2 ലക്ഷം രൂപ കുറച്ച് കാണിച്ചിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ ശരിക്കും 1,50,000 മാത്രമേ കുറക്കാൻ പാടുള്ളൂ. അപ്പോൾ 2 ലക്ഷം കുറച്ചത് കൊണ്ട്, അതായത് 50,000 അധികമാണ് കുറച്ചത്. അപ്പോൾ അതെന്ത് ചെയ്യണം? തിരിച്ച് നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷന്റെ കേസിൽ നമുക്ക് 1,50,000 മാത്രമേ നമുക്ക് കുറക്കാൻ പറ്റൂ. അലവബിൾ ആസ് പെർ ഇൻകം ടാക്സ് പ്രൊവിഷൻ 1,50,000. 1,50,000 കുറക്കാൻ പറ്റും. പക്ഷെ എത്ര കുറച്ചിട്ടുണ്ട്? 2 ലക്ഷം കുറച്ചിട്ടുണ്ട്. അപ്പൊ 50,000 രൂപ അധികമാണ് കുറച്ചത്. അപ്പൊ 50,000 രൂപ എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം, ആഡ് ചെയ്യണം, നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യണം. ദെൻ പർച്ചേസ് ഇൻക്ലൂഡ് 1,50,000 പേയ്മെന്റ് മെയ്ഡ് ഇൻ ക്യാഷ്. അതായത് ഇത് നമ്മൾ ഇതുവരെ എനിക്ക് തോന്നുന്നു പറയാത്തൊരു ഐറ്റമാണ്. പേയ്മെന്റ് മെയ്ഡ് ഇൻ ക്യാഷ്. ക്യാഷിലാണ് പേയ്മെന്റ് നടത്തുന്നതെങ്കിൽ അത് നമ്മൾ തിരിച്ച് എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ക്യാഷ് പേയ്മെന്റ് ആണ് നടത്തുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യണം. അതിപ്പോൾ 184 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പേയ്മെന്റ് മെയ്ഡ് ഇൻ ക്യാഷ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. Then ABC share profits in the ratio 4:3:3, but C is a sleeping partner. അതായത് എയും ബിയും സിയും പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് 4:3:3 എന്നുള്ള ഒരു എന്താണ് റേഷ്യോയിലാണ്. പക്ഷേ സി ഒരു സ്ലീപ്പിംഗ് പാർട്ട്ണറാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലീപ്പിംഗ് പാർട്ട്ണർ, അതായത് നമുക്ക് അറിയാം 184 സാറ്റിസ്ഫൈ ചെയ്യുന്ന കേസിൽ നമുക്ക് ബുക്ക് പ്രോഫിറ്റിൽ നിന്ന് റെമ്യൂണറേഷൻ ആസ് പെർ സെക്ഷൻ 40 സബ്സെക്ഷൻ ബി നമുക്ക് കുറക്കാൻ പറ്റും. അപ്പോൾ ആ റെമ്യൂണറേഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് വർക്കിംഗ് പാർട്ട്നേഴ്സിനെ മാത്രമേ നമുക്ക് കുറക്കാൻ പറ്റൂ. അപ്പൊ നമ്മൾ ഇവിടെ ആലോചിക്കുന്നത് സ്ലീപ്പിംഗ് പാർട്ട്ണർ ആണെങ്കിൽ എന്താണ്? ഇപ്പൊ ഇവിടെ സി സ്ലീപ്പിംഗ് പാർട്ട്ണർ ആണ്. അപ്പൊ സിയുടെ റെമ്യൂണറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കുറക്കാൻ പറ്റില്ല. എയും ബിയും സിയും ആണ് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ളത്. സി ഒരു സ്ലീപ്പിംഗ് പാർട്ട്ണർ ആണ്. അതിനർത്ഥം എയും ബിയും വർക്കിംഗ് പാർട്ട്നേഴ്സ് ആണ്. വർക്കിംഗ് പാർട്ട്നേഴ്സിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറക്കാൻ വേണ്ടി ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അത് നോക്കാം. ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ടു പാർട്ട്നേഴ്സ് ഓഫ് 20% പെർ ആനം. അതായത് ഇൻട്രസ്റ്റിന്റെ കേസ് ശ്രദ്ധിക്കണം. ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ 2 lakh കാണിച്ചിട്ടുണ്ട്. 20% ആണ് നമുക്കറിയാം. 184 സാറ്റിസ്ഫൈ ചെയ്യുന്ന കേസിൽ 12% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അലോ ചെയ്യാൻ പറ്റും. 184 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ 12% ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് അലോ ചെയ്യാം. അപ്പൊ ഇവിടെ 20% എന്ന് പറയുമ്പോൾ ബാക്കി 184 സാറ്റിസ്ഫൈ ചെയ്യുന്ന കേസിൽ ബാക്കി 12% നമുക്ക് അലോ ചെയ്യാം. ബാക്കി 8% തിരിച്ചു എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി പറഞ്ഞുതരാം. 8% ആഡ് ബാക്ക് ചെയ്യണം. ഇനി സാലറീസ് ഓതറൈസ്ഡ് ബൈ ഡീഡ് ആർ പെയ്ഡ് പാർട്ട്നേഴ്സ് ഈക്വലി. സാലറി അവർക്ക് കൊടുക്കുന്നത്, റെമ്യൂണറേഷൻ അവർക്ക് കൊടുക്കുന്നത് ഈക്വലി ആണ്. അതായത് ഇപ്പൊ ഇവിടെ നമുക്ക് സാലറി എന്ന് പറഞ്ഞാൽ 6,60,000 കാണിച്ചിട്ടുണ്ട്. ഈ 6,60,000 എന്ന് പറയുന്നത് എക്കും ബിക്കും സിക്കും ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഒരാൾക്ക് എത്ര രൂപ കിട്ടുന്നുണ്ട് നോക്കുക. ഒരാൾക്ക് എന്ത് ചെയ്താൽ മതി? 6,60,000 ഡിവൈഡ് ബൈ 3 ചെയ്താൽ നമുക്ക് ഒരാൾക്ക് എത്ര കിട്ടും? 2,20,000 രൂപയാണ് ഒരാൾക്ക് കിട്ടുക. അപ്പോൾ സാലറീസ് ടു പാർട്ട്നേഴ്സ് അവർ ഈക്വലി ആണ് അവർക്ക് എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒരാൾക്ക് 2,20,000 രൂപയാണ് തരുന്നത്. ഇതും നമുക്ക് ആവശ്യമുണ്ട്. എപ്പോഴാണ്? റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറക്കുമ്പോൾ നമ്മൾ പറഞ്ഞു വർക്കിംഗ് പാർട്ട്നേഴ്സിന്റെ റെമ്യൂണറേഷൻ നമുക്ക് കുറക്കാം. അവിടെ എക്കും ബിക്കും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കുറക്കാൻ പറ്റൂ. അപ്പോൾ അന്നേരം എയുടെയും ബിയുടെയും എന്താണ് റെമ്യൂണറേഷൻ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് നമുക്ക് ആവശ്യം വരും. ഇനി കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം ഓഫ് ദ ഫേം ഇഫ് സാറ്റിസ്ഫൈ സെക്ഷൻ 184. രണ്ടാമത്തെ ഡസ് നോട്ട് സാറ്റിസ്ഫൈ സെക്ഷൻ 184. 2 രീതിയിലാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. 184 സാറ്റിസ്ഫൈ ചെയ്യുന്ന കേസിലും 184 സാറ്റിസ്ഫൈ ചെയ്യാത്ത കേസിലും. അപ്പൊ നമുക്ക് ഒരുമിച്ച് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹെഡിങ് കൊടുക്കാം, കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ഫേം. ഇതിലിപ്പോ ഞാൻ ഒന്ന് 184 സാറ്റിസ്ഫൈ ചെയ്യുന്നതും
ഒന്ന് 184 സാറ്റിസ്ഫൈ ചെയ്യാത്തതും. 184 സാറ്റിസ്ഫൈ ചെയ്യാത്തതിന് നമ്മൾ ഏതിലാണ് അസസ് ചെയ്യുന്നത്? 185ലാണ്. അപ്പൊ ഞാൻ ഒന്ന് 184 എന്നും ഒന്ന് 185 എന്നും ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം 184 സാറ്റിസ്ഫൈ ചെയ്യാത്ത കേസിൽ നമ്മൾ ആ ഫേമിനെ അസസ് ചെയ്യുന്നത് 185ലാണ്. അത് ഓൾറെഡി നമ്മൾ തിയറിയിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 185ലാണ് നമ്മൾ അസസ് ചെയ്യുക. ഇനി നമുക്കറിയാം ഈ ടോട്ടൽ ഇൻകം, അതായത് ഫേമിന്റെ ടോട്ടൽ ഇൻകം കാണുന്ന സമയത്ത് ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്? നമുക്ക് തന്നിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ നെറ്റ് പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇത് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി നെറ്റ് ലോസ് ആണെങ്കിൽ ബ്രാക്കറ്റ് നെറ്റ് ലോസ് എന്ന് കാണിക്കാം. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഫേമിന്റെ നമ്മൾ അസസ് ചെയ്യുന്ന സമയത്ത്, ഫേമിന്റെ ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഒരേ ഫോർമാറ്റാണ്. ആ ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഐറ്റം മാത്രമേ നമ്മുടെ എന്ത് ചെയ്യുന്നത് ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്കറിയാം എത്രയാണ്? 1,40,000 ആണ്. 1,40,000. രണ്ടിലും 1,40,000. ഓക്കെ, ചെറിയൊരു വ്യത്യാസമേ ഇവിടെ വരുന്നുള്ളൂ. ഇനി എന്ത് ചെയ്യണം? നമ്മൾ നോക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കാം, അതിന്റെ ഡെബിറ്റ് സൈഡ് നോക്കാം, ദെൻ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ നോക്കാം. അപ്പോൾ പർച്ചേസിൽ 15,45,000 ഉണ്ട്. പർച്ചേസ് നമുക്കറിയാം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്ന ഒരു ഐറ്റമാണ്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്ന ഐറ്റമാണ്. ഡിപ്രീസിയേഷൻ കാണിക്കുന്ന ഐറ്റമാണ്. ദെൻ ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ്, സാലറീസ് ടു പാർട്ട്നേഴ്സ്. ഇതില് ഓക്കെ, ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് നമ്മൾ പറഞ്ഞു 184ന്റെ കേസിൽ 12% നമുക്ക് എന്ത് ചെയ്യാം? അലോ ചെയ്യാം. സാലറീസ് ടു പാർട്ട്നേഴ്സ് നമ്മൾ ഫുൾ ആയിട്ട് തിരിച്ചെന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ഇത് നോക്കാം, നമുക്ക് ഓരോ അഡ്ജസ്റ്റ്മെന്റ് ബേസിൽ ചെയ്യാം. ഡിപ്രീസിയേഷൻ അലൗവബിൾ ആസ് പെർ ഇൻകം ടാക്സ് പ്രൊവിഷൻ 1,50,000. ഡിപ്രീസിയേഷൻ നമുക്ക് ഇൻകം ടാക്സ് പ്രൊവിഷൻ പ്രകാരം 1,50,000 മാത്രമേ കുറക്കാൻ പറ്റുള്ളൂ. പക്ഷെ എത്ര കുറച്ചിട്ടുണ്ട്? 2 ലക്ഷം രൂപ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. 2 ലക്ഷം രൂപ ഡെബിറ്റ് ചെയ്യാൻ മീൻസ് 2 ലക്ഷം രൂപ കുറച്ച് കാണിച്ചു. 1,50,000 മാത്രമേ കുറക്കാൻ പറ്റൂ, പക്ഷെ 2 ലക്ഷം കുറച്ചു. അപ്പൊ എത്ര അധികമായി? 50,000 അധികമായിട്ട് കുറച്ചു അല്ലെ? അപ്പൊ അത് തിരിച്ചെന്ത് ചെയ്യണം? കുറച്ചതാണ്. അപ്പൊ തിരിച്ചെന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പൊ ഇതാ ആഡ് എക്സ്പെൻസസ് നോട്ട് അലോവബിൾ. നമുക്ക് അലോ ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസ് നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം, അതിന്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് ഡിപ്രീസിയേഷൻ ആണ് ആഡ് ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യൻ നോക്കിയേ, ഡിപ്രീസിയേഷൻ എത്രയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? അതായത് 1,50,000 കുറക്കാൻ പറ്റും, 2 ലക്ഷം കുറച്ചിട്ടുണ്ട്. അപ്പൊ 50,000 ആണ്. അതായത് 2 ലക്ഷം മൈനസ് 1,50,000 എത്രയാണ്? 50,000 ആണ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നത്. രണ്ടിലും സെയിം ആണ്. രണ്ടിലും സെയിം ആണ്. 50,000 ആണ് ആഡ് ബാക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡിപ്രീസിയേഷൻ കഴിഞ്ഞു. പർച്ചേസ് ഇൻക്ലൂഡ് 1,50,000 എ പേയ്മെന്റ് മെയ്ഡ് ഇൻ ക്യാഷ്. പർച്ചേസ് എത്രയുണ്ട്? 15,45,000 ഉണ്ട്. അതില് 1,50,000 പേയ്മെന്റ് മെയ്ഡ് ഇൻ ക്യാഷ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്യാഷ് പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അത് തിരിച്ച് എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ക്യാഷ് പേയ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? ആ എമൗണ്ട് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. അപ്പൊ ആഡ് വീണ്ടും ആഡ് എഴുതണം എന്നില്ല. പേയ്മെന്റ് മെയ്ഡ് ഇൻ ക്യാഷ്, പേയ്മെന്റ് മെയ്ഡ് ഇൻ ക്യാഷ് എത്രയാണ്? 1,50,000. രണ്ടിലും സെയിം ആണ്, 1,50,000. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ദെൻ ABC ഷെയർ പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 4:3:3, ബട്ട് സീസ് എ സ്ലീപ്പിംഗ് പാർട്ട്ണർ. നമുക്ക് താഴെ റിമ്യൂണറേഷൻ കാണുമ്പോഴാണ് ആവശ്യം വരുന്നത്. ദെൻ ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ടു പാർട്ട്നേഴ്സ് അറ്റ് 20% per annum. ഈ ഒരു കേസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്. ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ടു പാർട്ട്നേഴ്സ് അറ്റ് 20% per annum. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്ന 2 ലക്ഷം എന്ന് പറയുന്നത് 20%. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെയാണ് നമ്മുടെ 184ഉം 185ഉം തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് വരുന്നത്. 184ന്റെ കേസിൽ നമുക്ക് എത്ര അലോ ചെയ്യാമെന്നാണ് പറഞ്ഞത്? 12% അലോ ചെയ്യാം. 184ന്റെ കേസിൽ ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് 12% അലോ ചെയ്യാം. പക്ഷേ 185ൽ നമുക്ക് അലോ ചെയ്യാനേ പറ്റില്ല. അതായത് ഫുൾ എമൗണ്ടും നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഒന്നുകൂടി ശ്രദ്ധിക്കുക,
നമ്മൾ ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എമൗണ്ട് ഉണ്ട്. എത്രയാണ് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്? 2 ലക്ഷം. ഈ 2 ലക്ഷം എന്ന് പറയുന്നത് 20% നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഈ 2 ലക്ഷം 20%. നമ്മൾ പറയുന്നത് സെക്ഷൻ 184 നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ നമുക്ക് 12%, 20%ത്തിൽ 12% നമുക്ക് 184ൽ എന്ത് ചെയ്യാം? കുറക്കാം. ഓക്കെ, 12% പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കുറക്കാം. 12% കുറച്ചു കഴിഞ്ഞാൽ ബാക്കി അപ്പൊ 20% കുറച്ചിട്ടുണ്ട്, 12% നമുക്ക് കുറക്കാം. ഈ 12% കുറക്കാൻ പറ്റും. ബാക്കി എത്ര ശതമാനം നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം? 20% ഓൾറെഡി കുറച്ചിട്ടുണ്ട്, 12% നമുക്ക് കുറക്കാൻ പറ്റും. അപ്പൊ ബാക്കി 20ൽ 12 വെച്ചാൽ ബാക്കി 8% നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. 12% നമുക്ക് കുറക്കാൻ പറ്റും, അപ്പൊ ബാക്കി 8% നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ഇനി സെക്ഷൻ 185 എടുത്തു കഴിഞ്ഞാൽ 185ന്റെ കേസിൽ 184 സാറ്റിസ്ഫൈ ചെയ്യാത്ത കേസിൽ 185ലാണ് നമ്മൾ അസസ് ചെയ്യുക. 185ന്റെ കേസിൽ നമ്മൾ പറയുന്നത് ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സിന് എത്ര ശതമാനം എന്നൊന്നുമില്ല, ഫുൾ എമൗണ്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. അതായത് നമുക്ക് ഒരു ഡിഡക്ഷനും അല്ലെങ്കിൽ ഒരു എമൗണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അലോ ചെയ്യാൻ പറ്റില്ല. അത് ഡിസലൗഡ് ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് 185ൽ ഫുൾ എമൗണ്ടും ഡിസലൗഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? മൊത്തം എമൗണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. അപ്പൊ നോക്കാം, നമ്മൾ പറഞ്ഞു 184ന്റെ കേസിൽ ഇതാ ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ്, ഇനി 184ന്റെ കേസിൽ നമ്മൾ പറഞ്ഞു 2 ലക്ഷമാണ് മൊത്തം എമൗണ്ട്. 2 ലക്ഷം എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 20%. ഇനി എത്രയാണ് നമുക്ക് ആഡ് ബാക്ക് ചെയ്യേണ്ടത്? 8% ആഡ് ബാക്ക് ചെയ്യേണ്ടത്. അതായത് 8% എന്ന് പറയുമ്പോൾ 8/100 അല്ല, എത്രയാണോ ടോട്ടൽ അവിടെ ഉള്ളത്. ഓക്കെ, മൊത്തം 20% 2 ലക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ഡിവൈഡഡ് ബൈ 20 ആണ് വരിക. 2 ലക്ഷം ഇൻറ്റു 8/20. അതായത് എത്രയാണോ നമുക്ക് തന്നിട്ടുള്ളത് അതാണ് ഡിവൈഡഡ് ബൈ ആയിട്ട് വരിക. നമുക്ക് എത്ര ശതമാനമാണോ ഇനി ആഡ് ബാക്ക് ചെയ്യേണ്ടത്, ഡിസലൗഡ് ആയിട്ടുള്ളത്, അതാണ് മുകളിൽ വരിക. അപ്പൊ 2 ലക്ഷം ഇൻറ്റു 8/20 ആണ് നമ്മുടെ എന്താണ് 184ന്റെ എമൗണ്ട് വരിക. 2 ലക്ഷം എന്ന് പറഞ്ഞത് ഇൻട്രസ്റ്റ് മൊത്തം നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ 2 ലക്ഷം എന്ന് പറഞ്ഞത് 20%. അതുകൊണ്ടാണ് ഡിവൈഡഡ് ബൈ 20 വന്നത്. ഇപ്പൊ 2 ലക്ഷം എന്ന് പറഞ്ഞാൽ 25% ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 25 വരും. എത്രയാണോ നമുക്ക് ആഡ് ബാക്ക് ചെയ്യേണ്ടത് അതാണ് മുകളിൽ വരുന്ന 8 എന്ന് പറയുന്നത്. അപ്പൊ 20ന്ന് 12% നമുക്ക് കുറക്കാം, ബാക്കി 8 ആണ് ഈ മുകളിൽ കാണിച്ചത്. അപ്പൊ 2 ലക്ഷം ഇൻറ്റു 8/20 ആണ് വരുന്ന സമയത്ത് 80,000 വരും. ഇനി ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സിന്റെ കേസിൽ 185ൽ നമ്മൾ പറഞ്ഞു നമുക്ക് ഒന്നും അലോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ മൊത്തം എമൗണ്ടും എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. 2 ലക്ഷം എമൗണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത് സാലറീസ് ടു പാർട്ട്നേഴ്സ് ആണ്. സാലറീസ് ടു പാർട്ട്നേഴ്സ് നമ്മൾ ഫുൾ ആയിട്ട് എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. സാലറി ടു പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ വർക്കിംഗ് പാർട്ട്നേഴ്സ് എന്നോ സ്ലീപ്പിംഗ് പാർട്ട്നർ എന്നൊന്നും ഇല്ല. മൊത്തം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സാലറീസ് ടു പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് മൊത്തം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ 6,60,000. ഇത് സെയിം തന്നെയാണ്, രണ്ടിലും സെയിം തന്നെയാണ്. ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സിന്റെ കേസിൽ മാത്രമാണ് ഈ ഒരു ഡിഫറൻസ് വരുന്നത്. ഇനി എന്ത് ചെയ്യണം? ഇതെല്ലാം ടോട്ടൽ ചെയ്യാം. കഴിഞ്ഞില്ലേ? നമ്മൾ എന്താണ് ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെന്റും ഡെബിറ്റ് സൈഡിലുള്ള എല്ലാത്തിൻ്റെയും ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞു. ഇനി ക്രെഡിറ്റ് സൈഡിലല്ല, അതിന് മുന്നേ എന്ത് ചെയ്യണം? ഇത് ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10,80,000 12 ലക്ഷമാണ് നമുക്ക് കിട്ടാം. ഓക്കെ, 10,80,000 12 ലക്ഷവും കിട്ടും. ഇനി നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് നോക്കാം. സെയിൽസ് ഇവിടെ വരേണ്ട ഐറ്റം തന്നെയാണ്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എവിടെ വരേണ്ടതാണ്? ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഏത് ഹെഡാണ്? ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ഇത് ഏത് ഹെഡാണ്? ഇത് നമ്മൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ശരിക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ക്രെഡിറ്റ് ആണ് ചെയ്തത്. ക്രെഡിറ്റ് ചെയ്യാൻ മീൻസ് കൂട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരേണ്ട ഒരു ഐറ്റമാണ്. പക്ഷേ ഈ ഒരു ഹെഡിൽ അത് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഓൾറെഡി കൂട്ടിയിട്ടുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? അത് ലെസ് ചെയ്യണം. അപ്പോൾ ലെസ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എത്രയാണ്? 45,000. രണ്ടിൽ നിന്നും എന്ത് ചെയ്യണം? കുറക്കണം. 45,000 രണ്ട് എമൗണ്ടിൽ നിന്നും കുറച്ച്
കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ബുക്ക് പ്രോഫിറ്റ്. രണ്ട് എമൗണ്ട് എന്നും നമുക്ക് ഇൻട്രസ്റ്റ് ആൻഡ് സെക്യൂരിറ്റീസ് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് 10,30,50,000 ദെൻ 11,50,000 ആണ്. 10,30,50,000 11,50,000 ആണ് നമ്മുടെ ബുക്ക് പ്രോഫിറ്റ്. 184ൻ്റെയും 185ൻ്റെയും ബുക്ക് പ്രോഫിറ്റ് നമുക്ക് കിട്ടാം. ഇനി നമുക്കറിയാം ബുക്ക് പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് കുറക്കാൻ പറ്റുന്നത് 184ൽ നമുക്ക് കുറക്കാൻ പറ്റുന്നത് റെമ്യൂണറേഷൻ ആസ് പെർ സെക്ഷൻ 40 സബ്സെക്ഷൻ ബി, അതായത് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് ആണ്. വർക്കിംഗ് പാർട്ട്നേഴ്സ്. ഓക്കെ, അപ്പോൾ റെമ്യൂണറേഷൻ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? റെമ്യൂണറേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ റെമ്യൂണറേഷൻ നമുക്ക് കാണാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് 184ഉം 185ഉം തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. 185ൻ്റെ കേസിൽ എന്തില്ല? റെമ്യൂണറേഷൻ ഇല്ല. അപ്പോൾ റെമ്യൂണറേഷൻ എന്താണ്? റെമ്യൂണറേഷന് നമുക്ക് റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ലെസ് ചെയ്യാൻ പറ്റില്ല. 185ൻ്റെ കേസിൽ ശ്രദ്ധിക്കാം, നമുക്ക് യാതൊരുവിധ എന്താണ് ഡിഡക്ഷനും നമുക്ക് ഇതിൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് 185ൽ അസസ് ചെയ്യുന്നത്. നോർമലി എല്ലാ ഡിഡക്ഷനും കിട്ടുന്നത് 184ലാണ്. അത് കിട്ടാത്ത കേസിലാണ്, അത് സാറ്റിസ്ഫൈ ചെയ്യാത്ത കേസിലാണ് 185ൽ നമ്മൾ അസസ് ചെയ്യുന്നത്. അപ്പോൾ 185ൻ്റെ കേസിൽ റെമ്യൂണറേഷൻ ആസ് പെർ അല്ലെങ്കിൽ റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് ആസ് പെർ സെക്ഷൻ 40B ഇല്ല, നില്ലാണ് കാണിക്കേണ്ടത്. ഇനി 184ൻ്റെ കേസിൽ നമുക്കറിയാം ഇവിടെ 10,30,50,000 ആണ് നമ്മുടെ എന്താണ് ബുക്ക് പ്രോഫിറ്റ് വരുന്നത്. 10,30,50,000 10,30,50,000 ആണ് നമ്മുടെ ബുക്ക് പ്രോഫിറ്റ്. നമുക്കറിയാം ആദ്യത്തെ 3 ലക്ഷത്തിന് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ബുക്ക് പ്രോഫിറ്റ് നമ്മളിവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് 90% ഓഫ് 3 lakh കാണും. ഓക്കെ, 3 ലക്ഷത്തിൽ കൂടുതലില്ലെങ്കിൽ എന്താണ് 90% ഓഫ് 3 lakh ഓർ 1,50,000 നമ്മൾ എടുക്കും. വിച്ച് എവർ ഈസ് ഹയർ എടുക്കും. അതും നമ്മുടെ ആക്ച്വൽ റെമ്യൂണറേഷൻ വിച്ച് എവർ ഈസ് ലോവർ എടുത്തിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് എടുക്കും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് 10,30,50,000 ഉണ്ട്, 3 ലക്ഷത്തിൽ കൂടുതലുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നത് 90% ഓഫ് 3 lakh എടുക്കും. 90% ഓഫ് ആദ്യത്തെ 3 ലക്ഷത്തിൻ്റെ 90% എന്ന് പറയുമ്പോൾ എത്ര വരും? 2,70,000. ഇതിനെ കൂടെ എന്ത് ആഡ് ചെയ്യും? ബാക്കി, അതായത് 10,30,50,000 നമുക്ക് ഇൻകം ഉണ്ട്. അതിൽ ആദ്യത്തെ 3 ലക്ഷത്തിന് 90%, ബാക്കി ബാലൻസിന് 60%. ഇത് നോക്കിയാൽ 10,30,50,000 3 ലക്ഷം പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഇൻകം ഉണ്ട്? 7,30,50,000 ഉണ്ട്. ഈ 7,30,50,000ന് 60% നമ്മുടെ എന്താണ് ശതമാനം വരുന്നത്. അപ്പോൾ 7,30,50,000ന് 60%. ഇതിന് മുന്നേ നമ്മളൊരു കാര്യം കമ്പയർ ചെയ്യുന്നുണ്ട്, 90% ഓഫ് 3 lakh ഓർ 1,50,000 വിച്ച് എവർ ഈസ് ഹയർ. അത് ഈ ഒരു കേസിൽ 3 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന കേസിൽ എന്തായാലും 90% ഓഫ് 3 lakh തന്നെയായിരിക്കും വലുത് വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കാം, 3 ലക്ഷത്തിനുള്ളിൽ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ 3 ലക്ഷം ഈ 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ 90% ഓഫ് 3 lakh കാണുന്ന സമയത്തും നമ്മുടെ കണ്ടീഷൻ എന്താണ്? 90% ഓഫ് 3 lakh ഓർ 1,50,000 വിച്ച് എവർ ഈസ് ഹയർ. അതെന്തായാലും 3 ലക്ഷത്തിന്റെ 90% കണ്ടാൽ 2,70,000 ആണ്. അതെന്തായാലും 1,80,000 കൂടുതലായിരിക്കും. എല്ലാ കേസിലും അത് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ആ കണ്ടീഷൻ ഞാനിവിടെ എഴുതാത്തത്. ഡയറക്റ്റ് 90% ഓഫ് 3 lakh കാണാം. അതായത് 3 ലക്ഷത്തിൽ കൂടുതലാണ് ബുക്ക് പ്രോഫിറ്റ് എങ്കിൽ ഡയറക്റ്റ് 3 ലക്ഷത്തിന്റെ 90% കാണാം, ഒരു എമൗണ്ട് കിട്ടും. അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം? ബാക്കി, അതായത് ബുക്ക് പ്രോഫിറ്റിൽ ഈ 3 lakh കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 7,30,000ന് 60%. അത് എത്രയാണ് ബാലൻസ്? അതിൻ്റെ 60%. ഇവിടെ ഇതിൻ്റെ 60% കാണുമ്പോൾ 4,41,000 ആണ് കിട്ടുക. 4,41,000. എന്ത് ചെയ്യാം? ഇത് രണ്ടും ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 7,11,000. 7,11,000 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഓർ എന്താണ് ആക്ച്വൽ റെമ്യൂണറേഷൻ ആസ് പെർ ഡീഡ്. ആക്ച്വൽ റെമ്യൂണറേഷൻ ആസ് പെർ ഡീഡ് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആക്ച്വൽ റെമ്യൂണറേഷൻ ആസ് പെർ ഡീഡ് എന്ന് പറയുമ്പോൾ ഇവിടെ വർക്കിംഗ് പാർട്ട്നേഴ്സിൻ്റെത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എടുക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ വർക്കിംഗ് പാർട്ട്നേഴ്സ് ആര് മാത്രമാണ്, എ ആൻഡ് ബി മാത്രമാണ് വർക്കിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞത്. എ ആൻഡ് ബി മാത്രമാണ് വർക്കിംഗ് പാർട്ട്നേഴ്സ്. ഇനി നമ്മൾ പറഞ്ഞു ഇവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് മൊത്തം എക്കും ബിക്കും സിക്കും എത്തിയിട്ട് കൊടുക്കുന്നത് 6,60,000 ആണ്. എക്കും ബിക്കും സിക്കുമായിട്ട് കൊടുക്കുന്നത് 6,60,000 ആണ്. അപ്പോൾ അതിൽ സി എന്ന് പറഞ്ഞാൽ സ്ലീപ്പിംഗ് പാർട്ട്ണറാണ്. അപ്പോൾ സീനെ നമ്മൾ ഫുള്ളായിട്ട് ഒഴിവാക്കുവാണ്. സ്ലീപ്പിംഗ് പാർട്ട്ണറാണ്. ഇത് വർക്കിംഗ് പാർട്ട്നേഴ്സിൻ്റെതാണ് റെമ്യൂണറേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എക്കും ബിക്കും ഉള്ളൂ. അപ്പോൾ നോക്കിയേ 6,60,000 നമ്മൾ ഓൾറെഡി കണ്ടു. ഒരാൾക്ക് എത്രയാണ് സാലറി കിട്ടുന്നത്, അത് 6,60,000 ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടുന്നത് 2,20,000 ആണ്. അങ്ങനെ എത്ര പേരാണ് വർക്കിംഗ് പാർട്ട്ണറായിട്ടുള്ളത്, എയും ബി ആണ്, 2 പേരാണ് വർക്കിംഗ് പാർട്ട്ണറായിട്ടുള്ളത്. അപ്പൊ 2 പേർക്ക് കൂടി അവർ ആക്ച്വൽ റെമ്യൂണറേഷൻ എത്ര കൊടുക്കും, 2,20,000 ഇൻറ്റു 2. അതായത് ഒന്നുകൂടി പറയാം, ആക്ച്വൽ റെമ്യൂണറേഷൻ ആസ് പെർ ഡീഡ് ആയിട്ടാണ് നമ്മളിത് കമ്പയർ ചെയ്യുന്നത്. ആക്ച്വൽ റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നിട്ടുള്ള സാലറി നോക്കുക, അതാണ് റെമ്യൂണറേഷൻ. 6,60,000. ഈ 6,60,000 എന്ന് പറയുന്നത് 3 പേർക്ക് കൂടിയിട്ടുള്ള സാലറിയാണ്. അതിൽ ഇവർ ഈക്വൽ ആയിട്ടാണ് സാലറി അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരാൾക്ക് ഉള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 6,60,000 ബൈ 3 ചെയ്താൽ മതി, 2,20,000 കിട്ടും. ഇനി ഇവിടെ നമുക്ക് ഈ റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് ആസ് പെർ 40 സബ്സെക്ഷൻ ബി പ്രകാരം നമ്മൾ പറയുന്നത് വർക്കിംഗ് പാർട്ട്നേഴ്സിന് മാത്രമേ, അല്ലെങ്കിൽ വർക്കിംഗ് പാർട്ട്നേഴ്സിന് കിട്ടുന്ന സാലറി മാത്രമാണ് നമുക്ക് കുറക്കാൻ പറ്റുക. അപ്പോൾ ഇവിടെ എയും ബിയും മാത്രമേ വർക്കിംഗ് പാർട്ട്നേഴ്സ് ഉള്ളൂ. അപ്പോൾ ഒരാൾക്ക് 2,20,000 കിട്ടുന്നുണ്ടെങ്കിൽ എക്കും ബിക്കും ആയിട്ട് എത്ര കിട്ടും, 4,40,000 രൂപയാണ് നമുക്ക് എക്കും ബിക്കും ആയിട്ട് കിട്ടുക. ഇനി നമ്മൾ പറയുന്നത് എന്താണ്, ഇപ്പം നമ്മൾ കമ്പയർ ചെയ്താൽ 90% ഓഫ് 3 lakh പ്ലസ് ബാക്കി ബാലൻസിന് 60% കണ്ട ഒരു എമൗണ്ട് ഇല്ലേ, 7,11,000 ഓർ 4,40,000, വിച്ച് എവർ ഈസ് ലെസ്. ഏതാണ് കുറവ് അത് നമുക്ക് കുറക്കാം. ഏതാണ് കുറവ്, 4,40,000 ആണ് കുറവ്. അതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കുറക്കാൻ പറ്റുക. 4,40,000 ആണ് നമുക്ക് റെമ്യൂണറേഷൻ ആയിട്ട് കുറക്കാൻ വേണ്ടി പറ്റുക. പിന്നെ നമ്മൾ പറഞ്ഞു 185 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റെമ്യൂണറേഷൻ മാത്രം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഒന്നും കുറക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യാം, ഇത് നമ്മൾ മെൽറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, നമ്മുടെ ബുക്ക് പ്രോഫിറ്റിൽ നിന്ന് റെമ്യൂണറേഷൻ കുറക്കുക. 5,95,000 കിട്ടും. 5,95,000 ഇത് കുറച്ച് കഴിഞ്ഞാൽ സെയിം കിട്ടും. 11,55,000 ആണ് നമ്മുടെ പ്രോഫിറ്റ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓഫ് ദി ഫേം എന്ന് പറയുന്നത് 5,95,000, അതേപോലെ 11,55,000. ഇനി നമുക്കറിയാം, അല്ലെങ്കിൽ ഇവരുടെ ബിസിനസ് ഇൻകം ആണ് ഇത്, ബിസിനസ് ഇൻകം. ഇനി നമ്മളോട് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ മെയിനായിട്ട് 2 ഹെഡാണ്. ഒന്ന് ഇൻകം ഫ്രം ബിസിനസ് ഉണ്ട്, അതേപോലെ അതർ സോഴ്സ് ഉണ്ട്. അതർ സോഴ്സിലൊരു ഐറ്റം വരുന്നുണ്ട്. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സ് അതുകൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 45,000 ആണ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് വരുന്നത്. അത് രണ്ടിൻ്റെയും കൂടി എന്ത് ചെയ്യുക, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, ഒന്ന് 6,40,000 വരും, മറ്റെന്താണ് 12 ലക്ഷമാണ് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം ആയിട്ട് വരും. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 6,40,000 12 ലക്ഷമാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ബിസിനസ് ഇൻകം കിട്ടി, ബുക്ക് പ്രോഫിറ്റിൽ നിന്ന് റെമ്യൂണറേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ഫ്രം ബിസിനസ് കിട്ടി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 184 മാത്രമേ റെമ്യൂണറേഷൻ കുറക്കാൻ പറ്റൂ, 185 നമുക്ക് റെമ്യൂണറേഷൻ കുറക്കാൻ പറ്റില്ല. അതിനോടൊപ്പം, അതായത് കിട്ടിയ ബിസിനസ് ഇൻകത്തോടൊപ്പം അതർ സോഴ്സിലെ ഇൻകം ഒരു ഐറ്റം ഉണ്ട് 45,000, അത് ഓൾറെഡി നമ്മൾ അപ്പുറത്ത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യണം. അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാൻ വേണ്ടി അത് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കാനുള്ള 2 കാര്യങ്ങൾ, ഒന്ന് നമ്മൾ നെറ്റ് പ്രോഫിറ്റിനെ കൂടെ ആഡ് ബാക്ക് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് ശ്രദ്ധിക്കണം. അതിൽ 185 ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത മൊത്തം എമൗണ്ടും ആഡ് ബാക്ക് ചെയ്യണം. 184ൽ 12% അലോ ചെയ്യാം. അപ്പോൾ എത്ര ശതമാനം കൊടുത്തിട്ടുണ്ട് നോക്കാം. അപ്പോൾ 15% ആണെങ്കിൽ 3/15, അതായത് ഇപ്പോൾ ഇവിടെ 15% ആയിരുന്നെങ്കിൽ 2 ലക്ഷം ഇൻറ്റു 3/15 വന്നേനെ. ഓക്കെ, അതായത് 12% അലോ ചെയ്യുക, ബാക്കി 3% ഡിസലൗഡ് ആയുമ്പോൾ അത് ആഡ് ബാക്ക് ചെയ്യാം.
ഇനിയിപ്പോൾ 18% ആണെങ്കിൽ എങ്ങനെ വന്നേനെ, 12% നമുക്ക് അലോ ചെയ്യാം. അപ്പോൾ 2 ലക്ഷം ഇൻറ്റു 6/18 വന്നേനെ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെ 2 ലക്ഷം ഇൻറ്റു 8/20, മൊത്തം 20%ആണ്. 12% അലോ ചെയ്യുക. അപ്പോൾ ബാക്കി 8% എന്താണ്, ഡിസലൗഡ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ 185ൽ മൊത്തം എമൗണ്ട് ആഡ് ബാക്ക് ചെയ്യണം. പിന്നെ നമ്മൾ സാലറീസ് ടു പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ മൊത്തം എമൗണ്ട് തന്നെ ഇവിടെ കാണിക്കണം. ദെൻ റെമ്യൂണറേഷൻ വരുന്ന സമയത്ത് 185ൽ റെമ്യൂണറേഷൻ ഇല്ല. 184 നമ്മൾ കാണുന്ന സമയത്ത് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്ത പോലെ എന്താണ്, ആദ്യം നമ്മൾ ചെയ്യുന്നത് 1,50,000 ഓർ 90% ഓഫ് 3 lakh. അതായത് 3 ലക്ഷം വരെയാണെങ്കിൽ 3 ലക്ഷം വരെ നമ്മൾ 90% കാണും. അതിലേതാണ് കൂടുതൽ അതെടുക്കും, ഹയർ എടുക്കും. ഇവിടെ നമ്മൾ 1,50,000 കാണാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ 3 ലക്ഷത്തിന്റെ 90% കണ്ട 2,70,000 വരിക. അതെന്തായാലും 1,80,000 കൂടുതലായിരിക്കും. അപ്പൊ പിന്നെ അത് വീണ്ടും അത് കാണേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, 90% ഓഫ് 3 lakh കണ്ടാൽ മതി. അപ്പൊ 2,70,000 കിട്ടും. പ്ലസ് നമ്മുടെ ഇവിടെ ബുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 10,35,000 ആണ്. 10,35,000 3 ലക്ഷം പോയി കഴിഞ്ഞാൽ 7,35,000 60%. അത് എത്രയാണോ ബാലൻസ് അതിന് 60%. അപ്പൊ ഇത് രണ്ടും കാണാം, എന്നിട്ട് ആഡ് ചെയ്യുക. ഈ ആഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ഓർ ആക്ച്വൽ റെമ്യൂണറേഷൻ ആസ് പെർ ഡീഡ്. ആസ് പെർ ഡീഡ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നിരിക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് മാത്രമാണ്. അപ്പോൾ സ്ലീപ്പിംഗ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുറക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കേസിൽ സി സ്ലീപ്പിംഗ് പാർട്ട്ണർ ആണ്, എയും ബിയും ആണ് വർക്കിംഗ് പാർട്ട്നേഴ്സ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഓരോരുത്തർക്കും കിട്ടുന്ന സാലറി കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എക്കും ബിക്കും സിക്കും ഈക്വലി ആണ് സാലറി കൊടുക്കുന്നത്. 6 ലക്ഷം, മൊത്തം 6,60,000. അപ്പോൾ ഒരാളുടെ സാലറി കണ്ടുപിടിക്കാൻ 6,60,000/3 ചെയ്യാം. അപ്പോൾ ഒരാൾക്ക് 2,20,000 എന്ന് കിട്ടും. എക്കും ബിക്കും മാത്രമേ ഇവിടെ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് കുറക്കാൻ പറ്റൂ. അപ്പോൾ 2 പേരുടെ റെമ്യൂണറേഷൻ, എക്കും ബിക്കും 2 പേരുടെ റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോൾ 2,20,000 ഇൻറ്റു 2 4,40,000 കിട്ടും. ഇനി കിട്ടിയ 2 എമൗണ്ട് നമ്മൾ കമ്പയർ ചെയ്യുക. ഏതാണ് കുറവ്, അതാണ് നോട്ട് ചെയ്യേണ്ടത്. ഏതാണ് കുറവ് അത് നമുക്ക് റെമ്യൂണറേഷനായിട്ട് കുറക്കാം. അപ്പോൾ 4,40,000 കുറവ് വരിക. ഇനി ബുക്ക് പ്രോഫിറ്റിൽ നിന്ന് ആ എമൗണ്ട് കുറച്ച്, റെമ്യൂണറേഷൻ കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ 184ഉം 185ഉം ചെയ്ത്. രണ്ടും കൂടി വരുന്നൊരു പ്രോബ്ലം ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ 184ന്റെ ചോദിക്കാം, ചിലപ്പോൾ 185ന്റെ ചോദിക്കാം. അപ്പോൾ ഏതായാലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് അസസ്മെന്റ് ഓഫ് ഫേം എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഒരു ടോപ്പിക്കാണ് അസസ്മെന്റ് ഓഫ് ഫേം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് ബൈ.